നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ഈശ്വരവിശ്വാസം ശാസ്ത്രീയമോ അശാസ്ത്രീയമോ. ഈശ്വരവിശ്വാസത്തിന് എന്തെങ്കിലും ശാസ്ത്രീയമുണ്ടോ? മതാനുഷ്ഠാനങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയമുണ്ടോ? ഒട്ടുമില്ല. ഈശ്വരവിശ്വാസവും മതാനുഷ്ഠാനങ്ങളും വെറും സങ്കല്പം മാത്രമാണ്. ശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു മതഗ്രന്ഥത്തിനും ശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ടെന്ന് അതത് മതങ്ങൾ അവകാശപ്പെടുന്നു എന്ന് മാത്രം. ഒരാൾക്ക് ഈശ്വരവിശ്വാസം വേണോ വേണ്ടായോ, അത് അയാളുടെ തികച്ചും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും ആവശ്യവും ഇഷ്ടവും മാത്രമാണ്. തികച്ചും അയാളുടെ സ്വകാര്യതയാണ്. ഇനി ഈശ്വരവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടാകുമോ? ഈശ്വരവിശ്വാസികൾ പറയും, ഞാനിങ്ങനെ ഇന്ന ദേവിയെ ഭജിച്ചുകൊണ്ട്, അല്ലെ പിന്നെ ഭഗവാനെ ഭജിച്ചുകൊണ്ട്, അല്ലെ യേശുക്രിസ്തുവിനെ ഭജിച്ചുകൊണ്ട്, അല്ലെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഒക്കെയാണ് എനിക്ക് ഇന്ന ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അവകാശപ്പെടും. അവർ തോന്നലുമുണ്ട്. ഒരു ഈശ്വരവിശ്വാസിയായ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈശ്വരവിശ്വാസം ഇല്ലാത്ത നമ്മളുടെ ജീവിതം പുനരാവർത്തിക്കാൻ പറ്റില്ല. ആ ഈശ്വരവിശ്വാസി അല്ലാതെ ജീവിക്കുന്ന നമ്മുടെ ജീവിതം പുനരാവർത്തിക്കാൻ പറ്റില്ല. ഞാൻ ചെറുപ്പം മുതലേ ഈശ്വരവിശ്വാസി അല്ലാതെ ജീവിച്ചു, എനിക്ക് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി. ഈശ്വരവിശ്വാസിയായി ജീവിച്ചു, എനിക്ക് ഇന്ന ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി. ഈശ്വരവിശ്വാസി അല്ലാതെ ജീവിച്ചുകൊണ്ട് എനിക്ക് ഇന്ന ദോഷങ്ങളുണ്ടായി എന്നൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, സാമ്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശ്വരവിശ്വാസം ഉള്ളതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഈശ്വരവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്നില്ലേ? നിരീശ്വരവാദികളായിട്ടുള്ള, യുക്തിവാദികളായിട്ടുള്ള എത്രയോ പേർ വളരെ ഐശ്വര്യമായിട്ട് ജീവിക്കുന്നു. എപ്പോഴും ഭഗവാനെയും ഭഗവതിയെയും അല്ലെങ്കിൽ ദൈവത്തെയും വിളിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് എത്രയൊക്കെ അത്യാപത്തുകൾ ഉണ്ടാകുന്നു. അത് അവരുടെ വിധി എന്ന് നമ്മൾ പറയും. അപ്പോൾ വിധിയെ തടുക്കാൻ ഈശ്വരന് പറ്റില്ല. പണ്ട് നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു കഥ ഞാൻ പറയാം. നാരായണത്ത് ഭ്രാന്തൻ ഇങ്ങനെ ദേവിയെ ഭജിച്ചു. ദേവിയെ ഭജിച്ച് ദേവി പ്രത്യക്ഷയായി നാരായണത്ത് ഭ്രാന്തനോട് ചോദിച്ചു, നാരായണ, നിനക്ക് എന്താണ് വേണ്ടത്? എന്ത് വരമാണ് വേണ്ടത്? അതിനാൽ ദേവി, അങ്ങക്കെല്ലാം ചെയ്തു തരാൻ പറ്റുന്ന ആളാണ്. എനിക്ക് എത്ര ആയുസ്സുണ്ട്? അത് ആയുസിൻ്റെ ദൈർഘ്യം പറഞ്ഞു. ഇത്ര കൊല്ലം, ഇത്ര നാഴിക, ഇത്ര വിനാഴിക. ശരി, എനിക്ക് ഒരു നാഴിക കൂടെ കൂടുതൽ ജീവിക്കണം. അയ്യോ, അത് പറ്റത്തില്ല, വിധിയെ തടുക്കാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ഒരു നാഴിക കുറച്ച് ജീവിക്കണം, അതും പറ്റത്തില്ല. പിന്നെന്ത് ഈശ്വര സങ്കല്പം? പിന്നെന്ത് ദേവി? നാരായണത്ത് ഭ്രാന്തന് കാലിൽ മന്തുണ്ട്, ഇടത്തേക്കാൽ മന്തുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇടത്തേക്കാലെ മന്ത് വലത്തേക്കാലല്ലേ ആക്കിത്താ. ദേവി അങ്ങനെ ചെയ്തു. ആ കഥയുടെ പൊരുൾ, എന്നാൽ ഈശ്വര വിശ്വാസം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സിദ്ധിക്കും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ശുദ്ധ മണ്ടത്തരമാണ്. ഈശ്വര വിശ്വാസികൾ അല്ലാത്തവരെല്ലാം മുടിഞ്ഞു പോകുന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ്. പിന്നെ ഈശ്വര വിശ്വാസം ഞാൻ മുറുകെ പിടിക്കുന്നു, അതെൻ്റെ ഒരു പോസിറ്റീവ് എനർജി, എൻ്റെ ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം. അതുകൊണ്ട് ഞാൻ മുറുകെ പിടിക്കുന്നു. ഞാൻ ഈശ്വര വിശ്വാസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും നടുവിലുള്ള ചെറിയ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. നിരീശ്വരവാദിയായി ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആശ്രയത്വം വേണം. ഞാൻ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കുന്ന ആളാണ്. ആശ്രയിച്ച് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് ഈശ്വരനെ ആശ്രയിക്കുന്ന ഇഷ്ടമാണ്, ഭദ്രകാളിയെ ആശ്രയിക്കുന്ന ഇഷ്ടമാണ്, അയ്യപ്പനെ ആശ്രയിക്കുന്ന ഇഷ്ടമാണ്, പ്രകൃതിയെ ആശ്രയിക്കുന്ന ഇഷ്ടമാണ്. ഇതിനെല്ലാം ഞാൻ ആരാധിക്കുന്നു. അപ്പോൾ ഈശ്വരവിശ്വാസിയായ ഒരു യുക്തിവാദിയാണ്, ഒരു നിരീശ്വരവാദിയാണ് ഞാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഈശ്വരവിശ്വാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും എന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ്. അങ്ങനെ ആരും കൊണ്ടുപോയി വഞ്ചി പൈസ ഇടണ്ട, പൂജകൾ കഴിപ്പിക്കണ്ട, ധ്യാനമിരിക്കണ്ട, ജപിക്കണ്ട, മന്ത്രോച്ചാരണം നടത്തണ്ട, ഒരു കുന്തവും ചെയ്യണ്ട. വഞ്ചിയിലൊന്നും പൈസ ഇട്ടുകൊണ്ടൊന്നും കിട്ടില്ല മോനെ, ഒരു കാര്യവുമില്ല, ആ പൈസ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടും ശാസ്ത്രീയമില്ലാത്ത മതാചാരങ്ങൾ വെറും ആചാരങ്ങൾ മാത്രമാണ്, വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. അത് അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടി ആചരിക്കുന്നതിൽ ഒരു തരക്കേടുമില്ല. മറ്റുള്ളവർക്ക് ദോഷം വരരുതെന്ന് മാത്രം. നമ്മുടെ സുഖത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ആചരിക്കാം, ഒരു പ്രശ്നവുമില്ല. അത് തികച്ചും സ്വകാര്യമായിരിക്കണം, സ്വകാര്യ സന്തോഷമായിരിക്കണം.
സ്വകാര്യ ആഹ്ലാദമായിരിക്കണം. ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത് ഈശ്വരവിശ്വാസമായാലും മതാനുഷ്ഠാനമായാലും ഒന്നും ആരെയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ അനുഷ്ഠാനങ്ങളെല്ലാം നമ്മളിൽ മാത്രം ഒതുങ്ങിക്കണം. അത് സമൂഹത്തിലേക്ക് ഇറങ്ങരുത്. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കുഴപ്പം. അതായത് മതത്തിൻ്റെ പേരിൽ റോഡിലിറങ്ങി എഴുന്നള്ളത്ത് നടത്തുക, ആനയും അമ്പാരിയൊക്കെ കൊണ്ട്. എത്രയോ മനുഷ്യർക്ക് പ്രശ്നമുണ്ടാകുന്നു, എത്രയോ മനുഷ്യരുടെ വഴിമുടക്കുന്നു. അമ്പലങ്ങളിൽ ഒതുങ്ങണം നമ്മുടെ മതാനുഷ്ഠാനങ്ങൾ. റോഡിലല്ല ആനയെ എഴുന്നള്ളിപ്പ് നടത്തേണ്ടത്. അത് റാസയായാലും ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പായാലും എന്തായാലും. പടക്കം പൊട്ടിക്കുന്നു, അമിട്ട് പൊട്ടിക്കുന്നു, ഇതൊക്കെ മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന സംഗതികളാണ്, പൊതുസമൂഹത്തിന് ദോഷം ഉണ്ടാകുന്ന സംഗതികളാണ്. നമ്മുടെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് ഈശ്വര സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരൻ ഇല്ലാതെയാകുകയാണ്. മറ്റുള്ളവർ വെറുപ്പോടെ കാണുമ്പോൾ അവിടെ ഈശ്വരൻ ഇല്ലാതെയാകുകയാണ്, അവിടെ ധർമ്മമില്ലാതെയാകുകയാണ്, അവിടെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലാതെയാകുകയാണ്. നമ്മുടെ ഭക്തി വളരെ നിശബ്ദമായിരിക്കണം. ശബ്ദം വെച്ചല്ല ഭക്തി പ്രകടിപ്പിക്കേണ്ടത്, ശബ്ദം വെച്ചല്ല നമ്മൾ ഈശ്വരനെ വിളിക്കേണ്ടത്. മന്ത്രോച്ചാരണം എന്നാൽ, ജപം എന്നാൽ വളരെ ചെറിയ ശബ്ദത്തിൽ, മറ്റുള്ള ഒരാൾ കേൾക്കാത്ത ശബ്ദത്തിൽ ചെയ്യേണ്ടുന്ന സംഗതിയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമെല്ലാം ഉച്ചഭാഷണികൾ വെച്ച് അടിച്ച് കസറിയാണ്. ആരെ കേൾപ്പിക്കാൻ? നാട്ടുകാരെ കേൾപ്പിക്കാൻ. അവരാരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ വെപ്രാളപ്പെട്ട് ജീവിക്കുകയാണ്. ഈ അമ്പലത്തിൻ്റെയും പള്ളിയുടെയും ഒക്കെ അടുത്ത് ആരെങ്കിലും വീട് വെക്കാൻ ശ്രമിക്കുമോ? ചെയ്യത്തില്ല. അവരുടെ സ്വസ്ഥ ജീവിതം ഇല്ലാതെയാകും. അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാതെയാകും. ഒരു മൊബൈൽ പോലും എടുക്കാൻ പറ്റാതെയാകും. അത്രയ്ക്ക് ശബ്ദ മലിനീകരണമാണ്. പിന്നെ ഉത്സവമൊക്കെ വന്നാൽ പിന്നെ അവിടെ ജീവിക്കാനേ പറ്റത്തില്ല. ഇപ്പോൾ തന്നെയല്ല, സപ്താഹം, ദശാഹം, എങ്ങനെ ഒത്തിരി ആഹങ്ങളുണ്ട്. ഈ ആഹങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും കെട്ടി എഴുന്നള്ളിച്ച് പോയി സപ്താഹ സദ്യ ഉണ്ണുക, അതൊക്കെ ഏതാണ്ട് പുണ്യമായിട്ടാണ് കരുതുന്നത്. അന്നദാനം എന്നാൽ അന്നം ഇല്ലാത്തവന്, അന്നം കിട്ടാത്തവന് കൊടുക്കുന്നതാണ് അന്നദാനം. മൃഷ്ടാന്ന ഭോജനം നടത്തി സുഖിച്ച് ദുർമേധസ്സുമായി നടക്കുന്ന ആൾക്കാർക്ക് അന്നം കൊടുക്കുകയല്ല, അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. അതാണ് അന്നദാനം. അന്നദാനം മഹാദാനം. ആ അന്നം കൊടുക്കേണ്ട കൈകൾ കൊടുക്കണം, പട്ടിണി കിടക്കുന്നവർക്ക് കൊടുക്കണം. ഇത് ദുർമേധസ് വന്ന ആൾക്കാർ അമ്പലത്തിൽ പോയി സപ്താഹ സദ്യ ഉണ്ണുക, നവാഹ സദ്യ ഉണ്ണുക, ദശാഹ സദ്യ ഉണ്ണുക, എന്നിട്ട് ഈശ്വരനെ ലഭിച്ചു, ഈശ്വര ചൈതന്യം ഉണ്ടായി, അതിൻ്റെ സന്തോഷത്തിൽ വീട്ടിൽ വരിക. ഒരർത്ഥവുമില്ല. ഞാൻ ഈ സപ്താഹം ദശാഹത്തിനൊന്നും ഞാൻ പോവില്ല. കാശ് പൊടിക്കാനും കാശടിക്കാനുമുള്ള ഒരു സംരംഭമാണ് ഈ അമ്പലങ്ങളിലെ നവാഹം ദശാഹം എന്നൊക്കെ പറയുന്ന സംഗതികൾ. കുറേ ആൾക്കാർ കാശുണ്ടാക്കാം. അതിന് നടത്തിപ്പുകാർക്ക്, ക്ഷേത്രം ഭാരവാഹികൾക്ക് ഒക്കെ അവർക്ക് മോഷ്ടിക്കാനുള്ളൊരവസരം. മോഷ്ടിക്കാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. പിന്നെ അതുപോലെ അമ്പല പുനരുദ്ധാരണം, അമ്പലം പുനരുദ്ധരിക്കുക. അമ്പലത്തിന് വലിയ ഗോപുരം, വലിയത്. സർവ്വവ്യാപിയായ ഭഗവാന് എന്തിനായി വലിയ കൊട്ടാരം? സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്, സർവവും അറിയുന്നതിനാണ്. ഓംനി പൊട്ടൻറ്റ്, ഓംനി സെൻസ് ആൻഡ് ഓംനി പ്രസൻറ്റ്. സർവ്വവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമായ ഭഗവാന് എന്തിനീ മണിമന്ദിരം, എന്തിനീ കൊട്ടാരം, എന്തിനീ ആർഭാടങ്ങൾ? ഒരു കാര്യവുമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. നമുക്ക് ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് ധ്യാനിക്കുക. എവിടെയും ഭഗവാനുണ്ട്, എവിടെ ഈശ്വര ചൈതന്യമുണ്ട്. ഈ പ്രകൃതി തന്നെ ഭഗവാനാണ്. ഈ പ്രകൃതിയിലുണ്ട് ഭഗവാൻ. പ്രകൃതിയെ ഭഗവാനായിട്ട് ആരാധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. നന്ദി, നമസ്കാരം.